അല്ല, അത് ഞങ്ങളൊരു തെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്യുമ്പോൾ ഒരു പാർട്ടിയോ മുന്നണിയോ ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ജനങ്ങളോട് പറയേണ്ട ബാധ്യതയുണ്ട്. ഗ്രാമ ഗ്രാമ അല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് തന്നെ അഭിപ്രായം സ്വരൂപിക്കുന്നത്. ഒരു പ്രദേശത്തെ, ഒരു വാർഡിലെ, ഒരു പഞ്ചായത്തിലെ വികസന പ്രക്രിയകൾ എന്തെല്ലാം വേണമെന്നുള്ളത് ഒരു പാർട്ടി ഞങ്ങളൊരു മുറിക്കകത്തിരുന്ന് തയ്യാറാക്കുകയല്ല ചെയ്യുന്നത്. ഞങ്ങളൊരു മുന്നണി എന്ന നിലയിൽ ഞങ്ങൾ 4-5 പേര് ഒന്നിച്ച് ചേർന്നിരുന്ന് എഴുതി തയ്യാറാക്കുകയല്ല ചെയ്യുന്നത്. ആ പഞ്ചായത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് നൽകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അവർ നൽകുന്ന നിർദ്ദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളൊരു പ്രകടന പത്രികയുടെ കരട് രൂപം ഉണ്ടാക്കുന്നു. അത് മാത്രമാണ് നടപ്പാക്കുന്നത് എന്നതിൻ്റെ അർത്ഥമില്ല. ഞങ്ങൾ മിനിമം ഈ കാര്യങ്ങൾ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുമെന്ന ഉറപ്പാണ് പറയുന്നത്. അപ്പോൾ ഈ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുകൊണ്ടുള്ള ഒരു പ്രക്രിയയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ വാർഡിലെയും ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും പൊതുവായ ആവശ്യങ്ങളെ സംബന്ധിച്ച ജനങ്ങളുടെ കാഴ്ചപ്പാടുകളും നിർദ്ദേശങ്ങളും സമാഹരിക്കാൻ ഞങ്ങൾക്ക് കഴിയും. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ അറിയണം. അവർ ജീവിക്കുന്ന പ്രദേശം, അവർ ജീവിക്കുന്ന നാടിനകത്തെ എന്തെല്ലാം കാര്യങ്ങൾ എന്നുള്ളത് വ്യത്യസ്തരായ ആളുകളായിരിക്കും, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ ഉള്ളവരായിരിക്കും, വ്യത്യസ്ത ചിന്താഗതികളുള്ളവരായിരിക്കും. പക്ഷേ അവരുടെ എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ വരട്ടെ. അത് നമ്മുടെ നാടിന് ഗുണകരമാകുന്നതാണെങ്കിൽ അതിനെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പ്രപ്പോസൽ നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ്. ഒരൈക്യത്തിൻ്റെ പ്രത്യേകം പൂർണ്ണമായ ഐക്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾക്ക് വലിയ കാര്യവും നിങ്ങൾ വലിയ വാർത്തകളൊക്കെ ആക്കിയിട്ടുണ്ടാവും. പക്ഷേ ഞങ്ങൾക്ക് 1 മിനിറ്റ് കൊണ്ട് വർത്തമാനം പറഞ്ഞ് അവസാനിപ്പിക്കാവുന്ന പ്രശ്നങ്ങളെ അത്തരം കാര്യങ്ങൾക്കകത്തുള്ളൂ. ഒരു യോജിപ്പ് കുറവിൻ്റെ പ്രശ്നവും ഈ ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തില്ല. പരിപൂർണമായ ഐക്യത്തോടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിക്കുന്നത്. അപ്പോൾ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വികസന രേഖ മുമ്പോട്ട് വയ്ക്കുന്നു. ഞങ്ങൾ 5 വർഷക്കാലം കൊണ്ട് എന്താണ് ചെയ്തത് എന്നുള്ളത് പ്രകടന പത്രികയുടെ അടിസ്ഥാനപ്പെടുത്തി ചെയ്ത കാര്യങ്ങൾ കൂടി ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നും നിർവഹിച്ചു പോകുക എന്ന രീതിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുമ്പോട്ട് വയ്ക്കുന്നത്. ആകെ ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി ഞങ്ങൾ തയ്യാറാക്കുന്ന പ്രകടന പത്രികയിൽ ഞങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പ്, ഞങ്ങളെ നിങ്ങൾ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ പ്രകടന പത്രികയിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ 100% നടപ്പാക്കാൻ ആവശ്യമായ ഉത്തരവാദിത്വത്തോടെയുള്ള ഇടപെടൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതികൾ നിർവഹിക്കും എന്ന ഉറപ്പാണ് ജനങ്ങൾക്ക് നൽകാനുള്ളത്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ആ കാര്യത്തിൽ ശ്രദ്ധാപൂർവമായ ഇടപെടൽ നടത്തും എന്നുള്ളതുമാണ് ജനങ്ങളോട് ഞങ്ങൾ നൽകുന്ന ഉറപ്പ് എന്നുള്ളത് കാണാൻ കഴിയും. ഈ നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ഈ പ്രകടന പത്രിക രൂപീകരണ പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ കടക്കുമ്പോൾ ഈ നാട്ടിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെയും പിന്തുണ വേണമെന്നാണ് ഞങ്ങളിപ്പോൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നത്. മാധ്യമങ്ങളുടെയും സമൂഹത്തിലെ മറ്റുള്ള എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണ ഈ പ്രക്രിയയ്ക്ക് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി പബ്ലിക് പ്ലേസുകളിൽ ഞങ്ങൾ വയ്ക്കുന്ന ബോക്സുകൾ, ആ ബോക്സുകൾ നാളെയോടുകൂടി എല്ലാ കേന്ദ്രങ്ങളിലും വയ്ക്കണമെന്നാണ് കണ്ടിട്ടുള്ളത്. പ്രധാനപ്പെട്ട നഗരങ്ങൾക്ക് പുറമെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ എല്ലാ വാർഡുകളുടെയും ബൂത്തുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ബോക്സ് സ്ഥാപിക്കണം എന്ന് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ജില്ലാതല ഉദ്ഘാടനം നാളെ നമ്മുടെ MG റോഡിലുള്ള സെൻട്രൽ മാളിൻ്റെ സമീപത്ത് സ്ഥാപിക്കുന്ന പബ്ലിക് ബോക്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർവഹിക്കുകയാണ്. അത് ആദരണീയനായ സാഹിത്യകാരൻ NS മാധവനാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുകൊണ്ട് ജില്ലാതലത്തിൽ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. നാളെ തന്നെ നമ്മുടെ ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിൽ, മറ്റെല്ലാ കേന്ദ്രങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ പബ്ലിക് ബോക്സുകൾ വയ്ക്കുന്ന പ്രവർത്തനം നാളെ തന്നെ നടക്കും. വ്യത്യസ്തരായ നിരവധി ആളുകളെ ഓരോ പ്രദേശത്തും ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും പങ്കാളിത്തത്തോടെ വലിയ ജനകീയമായ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കും ഞങ്ങൾ ഈ പ്രവർത്തനം പൂർത്തീകരിക്കാൻ വേണ്ടി പോകുക. ഈ നിലയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിക്കുക എന്ന പ്രവർത്തനമാണ് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ടിട്ടുള്ളത്. വളരെ യോജിപ്പോടെ ആ പ്രവർത്തനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ തുടക്കം കുറിക്കുന്നത്. ഇത് ജനങ്ങളെ അറിയിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇന്ന് ഈ പ്രസ് മീറ്റ് വിളിച്ചിട്ടുള്ളത്. ക്രോഡീകരിച്ചിട്ട് ഈ നിർദ്ദേശങ്ങളെല്ലാം ഞങ്ങൾ സ്വീകരിച്ച് ഇപ്പോൾ കൃത്യ ഡേറ്റ് പറയാത്തത് വിജ്ഞാപനം വരാത്തത് കൊണ്ടാണ്. വിജ്ഞാപനം വരുമ്പോഴാണ് ഞങ്ങൾ കൃത്യമായ ഡേറ്റ് പറയാൻ കഴിയുക. എങ്കിലും ഞങ്ങളൊരു ഡേറ്റ് ഇപ്പോൾ കണ്ടിട്ടുണ്ട്. ഈ ബോക്സ് വച്ചിട്ട് ഒരു 4-ാം തീയതിക്കുള്ളിൽ 5-ാം തീയതിക്കുള്ളിൽ ആ ബോക്സിലുള്ള വിവരങ്ങളെല്ലാം കളക്ട് ചെയ്യണമെന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം എഴുതി തന്നെയായിരിക്കും അവിടെ വച്ചിട്ടുണ്ടാകുക. അത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം കൊണ്ട് അതിൻ്റെ ക്രോഡീകരിച്ച രൂപമുണ്ടാക്കി, കരട് രൂപമുണ്ടാക്കി
പ്രകടന പത്രിക തയ്യാറാക്കുന്ന സദസ്സിലേക്ക് പോകണം എന്നാണ് കണ്ടിട്ടുള്ളത്. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളൊരു കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് ഈ കരട് പ്രകടന പത്രിക രൂപപ്പെടുത്താൻ വേണ്ടി. അതിൽ ജനപ്രതിനിധികളുണ്ട്, മുൻ ജനപ്രതിനിധികളുണ്ട്, മറ്റ് ഈ കാര്യങ്ങളിൽ സംഭാവന ചെയ്യാൻ കഴിയുന്ന മറ്റ് ആളുകളെ എല്ലാവരെയും ചേർത്തുകൊണ്ട് ഒരു എക്സ്പെർട്ട് കമ്മിറ്റി പോലെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഞങ്ങൾ ഇതിനകം തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലായിരിക്കും വന്ന നിർദ്ദേശങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു കരട് രൂപം തയ്യാറാക്കുക. അല്ല, അത് ഞങ്ങളൊരു തെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്യുമ്പോൾ ഒരു പാർട്ടിയോ മുന്നണിയോ ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ജനങ്ങളോട് പറയേണ്ട ബാധ്യതയുണ്ട്. അല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് തന്നെ അഭിപ്രായം സ്വരൂപിക്കുന്നത്. ഒരു പ്രദേശത്തെ, ഒരു വാർഡിലെ, ഒരു പഞ്ചായത്തിലെ വികസന പ്രക്രിയകൾ എന്തെല്ലാം വേണമെന്നുള്ളത് ഒരു പാർട്ടി ഞങ്ങളൊരു മുറിക്കകത്തിരുന്ന് തയ്യാറാക്കുകയല്ല ചെയ്യുന്നത്. ഞങ്ങളൊരു മുന്നണി എന്ന നിലയിൽ ഞങ്ങൾ 4-5 പേര് ഒന്നിച്ച് ചേർന്നിരുന്ന് എഴുതി തയ്യാറാക്കുകയല്ല ചെയ്യുന്നത്. ആ പഞ്ചായത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് നൽകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അവർ നൽകുന്ന നിർദ്ദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളൊരു പ്രകടന പത്രികയുടെ കരട് രൂപം ഉണ്ടാക്കുന്നു. അത് മാത്രമാണ് നടപ്പാക്കുന്നത് എന്നതിൻ്റെ അർത്ഥമില്ല. ഞങ്ങൾ മിനിമം ഈ കാര്യങ്ങൾ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുമെന്ന ഉറപ്പാണ് പറയുന്നത്. അപ്പോൾ ഈ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുകൊണ്ടുള്ള ഒരു പ്രക്രിയയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ വാർഡിലെയും ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും പൊതുവായ ആവശ്യങ്ങളെ സംബന്ധിച്ച ജനങ്ങളുടെ കാഴ്ചപ്പാടുകളും നിർദ്ദേശങ്ങളും സമാഹരിക്കാൻ ഞങ്ങൾക്ക് കഴിയും. അതുകൊണ്ടാണ് നേരത്തെ നിങ്ങൾ ചോദിച്ചത് ശരിയാണ്. നേരത്തെ ഞങ്ങൾ സ്വയം ഇരുന്ന് തയ്യാറാക്കുന്ന ഒരു രൂപമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി പോകണമെന്ന് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചത് ഈ പല ഘട്ടങ്ങളിലും ഇത്തരം അഭിപ്രായങ്ങൾ വന്നു. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ അറിയണം. അവർ ജീവിക്കുന്ന പ്രദേശം, അവർ ജീവിക്കുന്ന നാടിനകത്തെ എന്തെല്ലാം കാര്യങ്ങൾ എന്നുള്ളത് വ്യത്യസ്തരായ ആളുകളായിരിക്കും, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ ഉള്ളവരായിരിക്കും, വ്യത്യസ്ത ചിന്താഗതികളുള്ളവരായിരിക്കും. പക്ഷേ അവരുടെ എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ വരട്ടെ. അത് നമ്മുടെ നാടിന് ഗുണകരമാകുന്നതാണെങ്കിൽ അതിനെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പ്രപ്പോസൽ നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ശാക്തീകരണത്തിന് അതിന് ഗവൺമെന്റ് തലത്തിലൊരു പോളിസിയോ നടപടിയോ ആവശ്യമായിരുന്നു ഒരു ഘട്ടത്തിലാണ് എത്തുന്നത്. താൽക്കാലിക സംവിധാനം നിലവിൽ തട്ടിക്കൂട്ടി ഗ്രാമസഭകളാണ്. അതിന്റെ ശാക്തീകരണത്തിന് അല്ല, അതൊക്കെ സ്വാഭാവികമായിട്ടും സംസ്ഥാന അടിസ്ഥാനത്തിലെ ഗവൺമെൻറ്റുകൾ നിശ്ചയിക്കേണ്ട കാര്യങ്ങളാണ്. നല്ല വിഹിതം ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യുന്ന തുക തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറുന്ന ഒരു രീതിയാണ് നമ്മുടെ കേരളത്തിനകത്തുള്ളത്. അത്തരം കാര്യങ്ങളുടെ കുറവുകളും അതിൻ്റെ നേട്ടങ്ങളും എന്താണ് എന്ന് പരിശോധിച്ച് കൂടുതൽ മെച്ചപ്പെട്ട സംവിധാനം ഒരുക്കേണ്ടതിൻ്റെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ടത് സംസ്ഥാന തലത്തിലാണ്, സംസ്ഥാന ഗവൺമെൻറ്റാണ്. നിശ്ചയമായും അത്തരം പരിശോധനയ്ക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി അവതരിപ്പിക്കപ്പെടുന്ന പ്രകടന പത്രികയ്ക്കകത്ത് ഉൾപ്പെടെ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഗ്രാമസഭയുടെ പ്രാധാന്യം ഒരിക്കലും പോയിട്ടില്ല. നമുക്ക് നമ്മുടെ ജില്ലയിൽ തന്നെ പരിശോധിച്ചാൽ അറിയാം. അങ്ങനെ തട്ടിക്കൂട്ടി എവിടെയെങ്കിലും ഗ്രാമസഭകൾ ചേർന്നിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട വാർഡിലെ ഏതെങ്കിലും ഒരു വോട്ടർ പരാതിപ്പെട്ടാൽ വീണ്ടും ഗ്രാമസഭ ചേരാൻ നിർദ്ദേശം കൊടുക്കാറുണ്ട്. PDPക്ക് ഒരു പരാതി കൊടുത്താൽ മതി. എറണാകുളം ജില്ലയിലെ ചില പഞ്ചായത്തുകളിൽ ഗ്രാമസഭ ചേർന്ന് ഇനി പ്ലൈവുഡ് ഫാക്ടറികൾ ഞങ്ങളുടെ പഞ്ചായത്തിൽ അനുവദിച്ചു കൂടാ എന്ന് 3-2 ഭൂരിപക്ഷത്തോടു കൂടി ഗ്രാമസഭ പാസ്സാക്കുകയും തുടർന്ന് ആ പഞ്ചായത്തുകളിൽ ഇത്തരത്തിലുള്ള തടിയുമായി ബന്ധപ്പെട്ട പുതിയ വ്യവസായം തുടങ്ങാൻ പാടില്ല എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വെങ്ങോല ഗ്രാമപഞ്ചായത്ത്, അല്ലപ്രാം എന്നൊരു പ്രദേശം നമ്മുടെ ജില്ലയിൽ തന്നെയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഗ്രാമസഭയുടെ പ്രാധാന്യമൊന്നും പോയിട്ടില്ല. പലയിടങ്ങളിലും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്തതാണ് പ്രശ്നം, അല്ലെ അതിൻ്റെ ഒരു സാധ്യതകളും അതിൻ്റെ അധികാരവും മനസ്സിലാക്കാത്തതാണ് പ്രശ്നം എന്നുള്ളതാണ്. ജനകീയ ആസൂത്രണവും അതുപോലെ തന്നെ ജനങ്ങളുടെ അധികാരവും ഏറ്റവും കൂടുതൽ പാലിക്കുകയും അതിന് മുഖവിലേക്ക് എടുക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെൻറ് തന്നെയാണ് കേരളത്തിലുള്ളത്. യെസ്. അല്ല, പൂർണ്ണമായ ഐക്യത്തോടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഒരൈനൈക്യത്തിൻ്റെ പ്രശ്നം പൂർണ്ണമായ ഐക്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾക്ക് വലിയ കാര്യവും നിങ്ങൾ വലിയ വാർത്തകളൊക്കെ ആക്കിയിട്ടുണ്ടാവും.
പക്ഷേ ഞങ്ങൾക്ക് ഒരു മിനിറ്റ് കൊണ്ട് വർത്തമാനം പറഞ്ഞ് അവസാനിപ്പിക്കാവുന്ന പ്രശ്നങ്ങളെ അത്തരം കാര്യങ്ങൾക്കകത്തുള്ളൂ. ഒരു യോജിപ്പ് കുറവിൻ്റെ പ്രശ്നവും ഈ ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തില്ല. പരിപൂർണമായ ഐക്യത്തോടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിക്കുന്നത്. അല്ല, ചില വിഷയങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും. ഞങ്ങൾ ഇടതുമുന്നണി എന്നുള്ളത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞ പോലെ ഒരു കസേരയ്ക്ക് അപ്പുറം ഇപ്പുറം ഇരുന്നാൽ തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പറവൂരിലുണ്ടായത് വ്യത്യസ്തമായിട്ടൊരു സാഹചര്യമാണ്. ഇതിനു മുമ്പ് CPM നിന്ന് നിരവധി സഖാക്കൾ CPIയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ CPIയിൽ നിന്ന് സഖാക്കൾ CPMലേക്ക് പോയിട്ടുണ്ട്. പറവൂരിലുണ്ടായ വ്യത്യസ്തമായ ചില സാഹചര്യങ്ങളിൽ ആ ഘട്ടത്തിൽ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. അവിടെ ഉൾപ്പെടെ ഇപ്പോൾ LDF യോഗം ചേർന്ന് ഇപ്പോൾ സീറ്റ് ചർച്ചകൾ വളരെ ഫലപ്രദമായി നടക്കുകയാണ്. ഇന്നിപ്പോൾ ക്യാമ്പയിൻ, LDFിൻ്റെ ക്യാമ്പയിൻ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും നടക്കുന്നുണ്ട്. അവിടെ LDF കൺവീനർ CPI ആണ്. LDF യോഗം വിളിച്ചു ചേർത്തത് CPI ഓഫീസിലാണ്. വളരെ സൗഹാർദ്ദപരമായി പോകുന്നു. രണ്ട് പ്രസ്ഥാനങ്ങളെന്നില്ല, ഒരു പ്രസ്ഥാനത്തിനകത്ത് തന്നെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവാറുണ്ട്. അത് ചില ഇടങ്ങളിൽ ചിലപ്പോൾ പുറത്തേക്ക് വരുന്നുള്ളൂ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെയൊക്കെ അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ മാച്ചു കളയുന്നത് ഇടതുബോധം തന്നെയാണ്. ഒരു പ്രശ്നവും നിലവിൽ ഇടതുമുന്നണിക്കകത്ത് ഒരു പ്രസ്ഥാനങ്ങൾ തമ്മിലുമില്ല. ഞങ്ങൾ വളരെ വേഗത്തിലാണ് സീറ്റ് ചർച്ച പൂർത്തീകരിച്ചു വരുന്നത്. യെസ്, അല്ല, അതിനെ സംബന്ധിച്ച് ഞാൻ ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ്. ഞങ്ങളുടെ അതിനെ രാഷ്ട്രീയമാക്കാനും രാഷ്ട്രീയമായി മുതലെടുക്കാനുമുള്ള പരിശ്രമം കോൺഗ്രസ് നടത്തുന്നുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആ സ്റ്റേഡിയത്തിലേക്ക് അതിക്രമിച്ച് കയറുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന നിലയുണ്ടായത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ മെസ്സി വരരുതെന്നും ഇത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ മത്സരങ്ങൾ നടക്കരുതെന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ്. അതാണ് ഇതിൽ നമ്മൾ കാണേണ്ടത്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടന്നതിനെ അസ്വസ്ഥമായിട്ടാണ് കോൺഗ്രസ് കാണുന്നത്. അപ്പോൾ അതിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു വിവാദമുണ്ടാക്കാനുള്ള ഒരു പരിശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. ഞങ്ങളുടെ അഭിപ്രായം ഇത്തരം മത്സരങ്ങളെല്ലാം നമ്മുടെ കേരളം പോലെയുള്ള സ്ഥലത്ത് നടത്താൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുങ്ങണം എന്നുള്ളതാണ്. മെസ്സിക്ക് വരാൻ കഴിയുമെങ്കിൽ അത് വരുത്താൻ ആവശ്യമായ പ്രവർത്തനം തന്നെ നടക്കണം. അത് സ്വാഭാവികമായും കേരളത്തിന് നേട്ടമാണ്, കേരളത്തിൻ്റെ കായിക മേഖലയ്ക്ക് മെച്ചമാണ്, കേരളത്തെ തന്നെ നമ്മുടെ രാജ്യത്തും ലോകത്തും അടയാളപ്പെടുത്തുന്നതിന് സഹായകരമാവുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ ഇത്തരം മത്സരങ്ങളുടെ ഒരു ഹബ്ബായി നമ്മുടെ പ്രദേശം മാറുമെങ്കിൽ അതിനാവശ്യമായ സഹായം ആരധികാരത്തിലിരുന്നാലും ചെയ്യാൻ കഴിയണം എന്നുള്ള സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. യെസ്, അവസാനം. അപ്പം നന്ദി എല്ലാവർക്കും.